അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ പി സിനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ച് വിട്ടാൽ മതി. പൊന്നു മോനെ, പബ്ലിക് ക്ലോസറ്റ് ഇങ്ങനെയൊക്കെ പറയാവോ? നിന്റെ ക്ലോസറ്റ് എന്ത് തീട്ടവും വിടുന്ന സാധനമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ മാധ്യമങ്ങൾ വന്ന് സംസാരിക്കാറ്? നന്നാവണ്ടേ എന്ന് വിളിച്ചിട്ടൊന്ന് ഒന്ന് തലോടി വിട്ടാൽ മതി നമ്മുടെ പി സിനെ. പി സി പെട്ടു. എവിടെ പെട്ടു? ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ സമയം വരെ പി സി പെട്ടിട്ടൊന്നുമില്ല. പി സി നല്ല പബ്ലിക് ക്ലോസറ്റ് നല്ല സൂപ്പറായിട്ട് അവിടെ നടക്കുന്നുണ്ട് സ്വന്തം നാട്ടിൽ. ഒരു പെടൽ ഇതുവരെ പെട്ടിട്ടില്ല. ഇനി പെടുമോ എന്നറിയില്ല. എന്താണെങ്കിലും പി സി പെട്ട വാർത്ത ഒന്ന് കേട്ടു നോക്കാം, എങ്ങനെയാണ് നമ്മുടെ പി സി പെട്ടത് എന്നുള്ളത്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം, സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് 4 ദിവസത്തിന് ഒടുവിൽ പോലീസിന്റെ നടപടി. അറസ്റ്റ് ഒഴിവാക്കാൻ പി സി ജോർജ് മുൻകൂർ ജാമ്യം തേടിയേക്കും. BNS 196, BNS 299, KP ആക്ട് 120 എന്നീ നല്ല കാര്യമാണ്. ഒന്ന് വിളിച്ച് ഉപദേശിച്ച് വിട്ടാൽ മതി. ഇപ്പം ഈ ഡബിൾ മീനിങ് ഒന്നും നമ്മുടെ പി സി പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ പബ്ലിക് ക്ലോസറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് പി സിനെ വിളിച്ചിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നത് പോലീസെ? പി സി വെറുതെ 4 ആളെ കൊല്ലും, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൊത്തം ഭീകരന്മാരാണ്, പാകിസ്ഥാനിലേക്ക് ഓടിക്കോ, പന്നന്മാരാണ്, ഉളുപ്പുണ്ടെങ്കിൽ ഓടട ഊളകളെ, ഇങ്ങനത്തെ കുറച്ച് പരാമർശങ്ങളല്ലേ നടത്തിയുള്ളൂ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നൊടുക്കുന്നു, മറ്റേ തുണി പൊക്കി സാധനം നോക്കിയിട്ട് ഒറ്റ വെട്ടാന്നാണ് പി സി പറഞ്ഞത്. അത് നമ്മൾ 1-2 വീഡിയോ ചെയ്തു. ഞാൻ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ പി സിനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ച് വിട്ടാൽ മതി. പൊന്നു മോനെ, പബ്ലിക് ക്ലോസറ്റ് ഇങ്ങനെയൊക്കെ പറയാവോ? നിന്റെ ക്ലോസറ്റ് എന്ത് തീട്ടവും വിടുന്ന സാധനമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ മാധ്യമങ്ങൾ വന്ന് സംസാരിക്കാറ്? നന്നാവണ്ടേ എന്ന് വിളിച്ചിട്ടൊന്ന് ഒന്ന് തലോടി വിട്ടാൽ മതി നമ്മുടെ പി സിനെ, പബ്ലിക് ക്ലോസറ്റിനെ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. പക്ഷേ പി സി വല്ല ഡബിൾ മീനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുന്തി ദേവി എന്നിട്ട് പി സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മൾ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അതാണ്. അല്ലെങ്കിൽ പിന്നെ ഹണി റോസിനെ പോലത്തെ ആരെങ്കിലും വന്ന് പി സി ജോർജിനെതിരെ കംപ്ലൈൻറ്റ് തരണം. പബ്ലിക് ക്ലോസറ്റ് ജോർജിനെതിരെ കംപ്ലൈൻറ്റ് നൽകിയിരുന്നെങ്കിൽ നമ്മൾ അപ്പം പൊക്കിയേനെ. അത് അവൻ ഏത് ഗുഹയിൽ, ഏത് വയനാട്ടിലെ എടക്കൽ ഗുഹയിൽ കൊണ്ട് വിളിച്ചാലും നമ്മൾ പൊക്കിയേനെ. പക്ഷേ ഇപ്പം ആവശ്യമില്ല, പൊക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ചിന്ത. ഇതാണ് നമ്മുടെ പോലീസ്. ഈ ബോച്ചേനെ പൊക്കി ഇൻട്രസ്റ്റ്, ബോച്ച ഡബിൾ മീനിങ് പറഞ്ഞു എന്നുള്ള കാര്യത്തിന് ഹണി റോസിന് കൊടുത്ത ആ ഒരു പരിഗണന ഇതൊക്കെ ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് ഈ പറഞ്ഞ പരമനാറി പി സി ഈ മൊത്തം കേരളത്തിലെ മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെ ഒന്നടങ്കം ചെറ്റ വർത്താനം പറഞ്ഞിട്ട് എന്തോ നമ്മുടെ പോലീസിന് അത് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. 4 ദിവസം കഴിഞ്ഞ് പരാതി കിട്ടി 4ാമത്തെ ദിവസമാണ് ഒന്ന് കേസെടുത്തത്, FIR ഇട്ടത് തന്നെ. ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യും? അറസ്റ്റൊന്നും ചെയ്യൂല, ഒന്ന് വിളിച്ച് തലോടി വിടും. അതല്ലെങ്കിൽ പി സി ജോർജ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നവരെയൊക്കെ നമ്മൾ ഈ കേസ് തള്ളി നീക്കിയിട്ട് അവസാനം മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടി, ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതെല്ലാം നടക്കാൻ പോകുന്നത്. എന്നിട്ടോ ഈ പബ്ലിക് ക്ലോസറ്റ് ഇന്ന് അടങ്ങി നിന്ന ഈ പബ്ലിക് ക്ലോസറ്റ് ഇന്ന് വീണ്ടും അടുത്ത ഇതിട്ടിട്ടുണ്ട്. അവൻ്റെ ഫേസ്ബുക്കിൽ അടുത്ത കുണച്ചിട്ടുണ്ട്. അതിതായിരുന്നു. ഇത് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത്, പബ്ലിക് ക്ലോസറ്റ്. അതായത് ഇത് തന്നെയാണ് പബ്ലിക് ക്ലോസറ്റ് ജോർജ് പറഞ്ഞത്. എന്നാൽ പിണറായിക്കും എതിരെ ഇടടോ ഒരു FIR. അതെന്തിനാണോ പിണറായിക്കെതിരെ FIR ഇടുന്നത്? പി സി പിണറായി പറഞ്ഞോ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ്, പാകിസ്ഥാനിലേക്ക് ഓടിക്കോ, പന്നകളാണ്, തുണി പൊക്കി സാധനം നോക്കിയിട്ടാണ് ഇവന്മാർ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നത്, ഇങ്ങനത്തെ വല്ല വർത്താനം പിണറായി പറഞ്ഞു. അതായത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇപ്പം നിൽക്കുന്നത്, വോട്ടിന് വേണ്ടി അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. നീ അതും പറഞ്ഞില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. പിണറായി ഇങ്ങനെ പലതും പറയും. പക്ഷെ പിണറായി നീ പറഞ്ഞ പോലെ ചെറ്റ വർത്താനം പിണറായി പറഞ്ഞിട്ടില്ല. ഈ മൊത്തം ഒരു സമൂഹത്തിന് മൊത്തം ഒന്നടങ്കം കൊണച്ചല്ല നീ. ആ കൊണ പിണറായി കൊണച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിണറായിനെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ നീ എവിടെ നീ ഞഞ്ഞാ പിന്നെ പൂഞ്ഞാറ്റിലെ വർത്താനം പറയാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം പറ. തൻ്റെയും തൻ്റെ മോൻ്റെയും കുമ്പ വീർപ്പിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരും പറയാന്നുള്ള ആ പരിപാടിയൊക്കെ നിർത്ത്. ആൾക്കാർക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. നിന്നെപ്പവിടെ വെച്ചേച്ച് തന്നെ വലിയ കാര്യമാണ്. ഏതെങ്കിലും തീവ്രവാദികളുണ്ട് എന്നെ നിന്നൊക്കെ തട്ടിപ്പോയത്. കേരളത്തിൽ അത് ഇല്ലാത്തത് നിൻ്റെ ഭാഗ്യം. സത്യം. കേരളത്തിൽ അങ്ങനത്തെ ആൾക്കാർ, ഈ മത തീവ്രവാദികൾ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇപ്പം അങ്ങനെ ജീവിച്ചിരിക്കുന്നത് അവിടെ. അതാണ് അവസ്ഥ. അതിരി ചെറ്റ വർത്താനാണല്ലോ നീ പറഞ്ഞത്. നമ്മൾ അങ്ങ് എന്താ പറയുക, ഈ നോർത്ത് ഇന്ത്യയിലേക്കോ അവിടേക്കൊക്കെ വിളിച്ചിട്ട് അവിടെ യോഗി അത് പറഞ്ഞു, അവിടെ മറ്റവൻ ഇത് പറഞ്ഞു, അവിടെ ശിവസേന അത് ചെയ്യുന്നു, അവിടെ സംഘപരിവാർ അത് ചെയ്യുന്നു എന്നും പറഞ്ഞ് കോഷ്ടിച്ച് നടന്ന സമയത്ത്
ഈ കേരളത്തിൽ RSSും സംഘപരിവാറും BJPക്കാരും പോലും പറഞ്ഞിട്ടില്ല നിന്റെ അത്ര വൃത്തികെട്ട വർത്താനം. നിന്റെ പബ്ലിക് ക്ലോസറ്റ് ആയ നിന്റെ തൊള്ളേന്ന് വീണ അത്രയും വലിയ തീട്ടം ഇതുവരെ ഈ പറഞ്ഞ ഒരു BJPക്കാരും നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടില്ല. അത്ര വർഗീയത ഒരുത്തം മിണ്ടിയിട്ടില്ല. വലിയ വർഗീയതയാണ് നമ്മളെ ഉള്ളി പോലും ഇമ്മാതിരി വർത്താനം പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സീറ്റ് കിട്ടാൻ, അധികാരം കിട്ടാൻ, 4 ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് പരമചറ്റത്തരം പറയും എന്നുള്ളതാണ് PC, അതായത് പബ്ലിക് ക്ലോസറ്റായ നിന്റെ ഒരു പ്രത്യേകത. നീയും നിന്റെ മോനും കണക്കാ. ഓരോ ദിവസം പാർട്ടി മാറി നമ്മുടെ കുമ്പ വീർപ്പിക്കുന്നത് മാത്രമേ നമുക്കുള്ളൂ. വേറെ നാട്ടിൽ എന്ത് നടന്നാലും നമുക്കൊരു പ്രശ്നമേ ഇല്ല. സ്വന്തം നാട്ടിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ പബ്ലിക് ക്ലോസറ്റേ നിനക്ക്? നീ ബാക്ക് ടു ബാക്ക് പല രീതിയിലുള്ള മാപ്പ് പോയിട്ട് വന്നിരുന്നല്ലോ. നിനക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും. നിനക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ചെല്ലാൻ പറ്റിടാ? ചാണം വാരി എറിയില്ലടാ നിന്റെ മുഖത്തേക്ക് ആൾക്കാർ. നീ ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി ബോധമുള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ്റെ കൈ കിട്ടുന്ന ചാണോ തീട്ടോ കല്ലോ എന്താണോ അവൻ നിന്റെ മുഖത്തോട്ട് വാരി എറിയും. അന്നും കുണയ്ക്കാൻ ഉണ്ടാവണം നീ കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ പോലീസ് എല്ലാ സമയവും നമ്മുടെ PC ജോർജിന് കൊടുക്കുന്നുണ്ട്. അതായത് പിണറായിനെ വരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഈ പരമ പബ്ലിക് ക്ലോസറ്റിന് ഞാൻ തെറി പറയാണ്ടിരിക്കാം. മാക്സിമം തെറി എങ്ങനെ കുറയ്ക്കാമെന്നാണ് അപ്പോൾ ആലോചിക്കുന്നത്. ഇവൻ്റെയൊക്കെ മോന്ത കണ്ടാൽ പറയാൻ തോന്നുന്നു എങ്കിലും. അപ്പോൾ നമ്മുടെ ഈ പബ്ലിക് ക്ലോസറ്റിന് പിണറായിനെ വരെ അറസ്റ്റ് ചെയ്യണമെന്ന് അവൻ്റെ ഉള്ളിലിരിപ്പ്. എന്താണെങ്കിലും ആ പിണറായി പോലീസ് തന്നെ മാക്സിമം അവനെ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യാണ്ട്. ഈ ബോച്ചേൻ്റെ കാര്യത്തിൽ കാണിച്ച ആ ഒരു ശുഷ്കാന്തിയുടെ 10ൽ 1 കാണിക്കടോ ഈ പബ്ലിക് ക്ലോസറ്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലീസ്. എന്തൊരവസ്ഥ ഇത്.